ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി അല്പസമയത്തിനകം പരിഗണിക്കും. പോറ്റിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചു. ദ്വാരപാലക ശില്പ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പാളി കേസിലും കൂടി ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതരാകും. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണം. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുന്നു. ലിജോ, ഈ കട്ടളപ്പാളി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 90 ദിവസമായോ? ഈ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് 2025 നവംബർ മാസം 3-ാം തീയതിയായിരുന്നു. ഇതിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നു. ഇതിന് പിന്നാലെയാണ് ജാമ്യ ഹർജിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും ഇന്ന് അക്കാര്യത്തിൽ വാദം കേൾക്കുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുധീഷ് കുമാറിന്റെ ഹർജി പരിഗണിച്ച സമയത്ത് വാദം കേൾക്കുകയും അന്ന് തന്നെ വിധി പറയുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോറ്റിയുടെ അഭിഭാഷകനും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ വാദം കേട്ട് വിധി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പോറ്റിക്ക് വൈകുന്നേരത്തോടുകൂടെ തിരുവനന്തപുരത്തെ ജയിലിൽ നിന്ന് മോചിതനാകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കാരണമെന്ന് പറഞ്ഞത് 90 ദിവസം കഴിയുമ്പോൾ ഏതൊരു കുറ്റാരോപിതനും സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവകാശം ഇന്ത്യൻ ഭരണഘടന തന്നെ നൽകുന്നുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ഈ ജാമ്യ ഹർജിയും ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടമാണ്. തെളിവ് ശേഖരണം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുള്ളത് കൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പക്ഷേ കോടതിക്ക് അക്കാര്യത്തിൽ കാര്യം ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാവുകയും പ്രതികൾ ഓരോരുത്തരും 3 പേരാണ് ഇതുവരെ ജയിൽ മോചിതരായിരിക്കുന്നത്. അതിൽ 2 പേർ റിമാൻഡ് പൂർത്തിയായെങ്കിൽ ഒരാൾക്ക് 43-ാം ദിവസം തന്നെ കോടതി ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായ തെളിവുകളോ വിവരങ്ങളോ കോടതിയിൽ ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ശ്രീകുമാറിന് ജാമ്യം നൽകിയത്. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദ്വാരപാലക ശില്പ കേസിൽ ജനുവരി 21 തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കട്ടിളപ്പാളി കേസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജയിലിൽ തുടരുന്നത്. ഇന്ന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടെ ജയിൽ മോചിതനാകാൻ കഴിയും. കർശനമായ ഉപാധികളോടെ തന്നെയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കോടതി ജാമ്യം അനുവദിക്കാൻ പോകുന്നത്. അജിംസ്. ശരി, ലിജോ റോളൻസാണ് വിവരങ്ങൾ നൽകി.